ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയാണ് ആദ്യമായിട്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. DDE തിരുവനന്തപുരം എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ കയറിയോ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ്. DLED ഗവൺമെൻറ് എയ്ഡഡ് പ്രവേശനത്തിനുള്ള ഇൻ്റർവ്യൂ ചുവടെ പറയുന്ന ഷെഡ്യൂൾ പ്രകാരം നടക്കുന്നതാണ്. ഹ്യൂമാനിറ്റീസുകാരുടെ ഇൻ്റർവ്യൂ 15/9/2025 രാവിലെ 9 മണിക്കാണ് നടക്കുന്നത്. കൊമേഴ്സുകാരുടെ ഇൻ്റർവ്യൂ 15/9/2025 12 മണിക്കാണ് നടക്കുന്നത്. സയൻസ് വിഭാഗക്കാരുടെ ഇൻ്റർവ്യൂ പിറ്റേ ദിവസം 16/9/2025 രാവിലെ 9 മണിക്ക് നടക്കുന്നതാണ്. ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം SMV മോഡൽ HSS തിരുവനന്തപുരമാണ്. സ്ഥലം മാറിപ്പോവരുത്. നിങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ സെലക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെല്ലാം ആ പറഞ്ഞ സമയത്ത് തന്നെ അവിടെ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ പേര് വിളിക്കുമ്പോൾ നിങ്ങളവിടെ ആബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സീറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടിക്ക് പോകുന്നതാണ്. അതുകൊണ്ട് സെലക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും കൃത്യസമയത്ത് പറഞ്ഞ സ്ഥലത്ത് തന്നെ എത്താൻ ശ്രമിക്കുക. നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ യോഗ്യത സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുപോകേണ്ടതാണ്. ഇൻ്റർവ്യൂവിന് ഹാജരാകാത്തവർക്ക് പകരം വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള തൊട്ടടുത്ത റാങ്കുകാർക്ക് പ്രവേശനം നൽകുമെന്നതിനാൽ ഇൻ്റർവ്യൂവിന് വരാത്തവർക്ക് അവസരം നഷ്ടമാകുന്നതാണ്. അപ്പോൾ നമ്മൾ താമസിച്ചെത്തുകയോ അല്ലെങ്കിൽ അന്നത്തെ ദിവസം അവിടെ ഹാജരാവുകയോ ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കൊണ്ടുപോവേണ്ട സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം. SSLC +2ൻ്റെ ഒറിജിനൽ, അവസാനം അധ്യയനം നടത്തിയ സ്കൂൾ കോളേജിൽ നിന്നുള്ള TC, നിങ്ങളുടെ ജനനം, ജാതി, മതം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ഫോം നമ്പർ 42 മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് നോക്കിയാൽ മതി. പിന്നെ നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, കണ്ടക്ട് സർട്ടിഫിക്കറ്റ് CC 6 മാസത്തിൻ്റെ അകത്ത് ലഭിച്ചതായിരിക്കണം. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് +2 വിജയിച്ചതെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. പിന്നെ OBC വിഭാഗക്കാർക്ക് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ തന്നെ എക്സ് സർവീസ്മെൻ, ജവാൻ എന്നിവരുടെ ആശ്രിതർ, EWS, ഭിന്നശേഷിക്കാർ എന്നിവർ അസൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അപ്പോൾ നിങ്ങൾ എല്ലാത്തിൻ്റെ ഒറിജിനൽ കൂടെ കൊണ്ടുപോകണം. അതിൻ്റെ എല്ലാ ഓരോ കോപ്പി നിങ്ങളുടെ കയ്യിൽ എടുത്ത് വെച്ചേക്കും വേണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ്. സയൻസ് വിഭാഗക്കാരുടെ സെലക്ഷൻ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 69 കുട്ടികളാണ് സെലക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം വെയിറ്റിംഗ് ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. വെയിറ്റിംഗ് ലിസ്റ്റിൽ തന്നെ പല കാറ്റഗറി ആയിട്ടായിരിക്കും ഉണ്ടാവുക. മെയിൻ ലിസ്റ്റിൻ്റെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാവും. അതേ കണക്ക് ബാക്കിയുള്ള കാറ്റഗറിക്കാർക്ക് OBC, SC, ST ഇങ്ങനെയുള്ള ഓരോ കാറ്റഗറിക്കും വേറെ വേറെ വെയിറ്റിംഗ് ലിസ്റ്റുകൾ ഉണ്ടാവും. ഒരുപാട് കുട്ടികളുടെ സംശയമാണ് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ട നമ്മൾ ഇൻ്റർവ്യൂവിന് പോകണമോ എന്നുള്ളത്. സെലക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികൾക്ക് ഉറപ്പായിട്ടും ആ സമയം അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റൊക്കെ പരിശോധിച്ച് അവർക്ക് അഡ്മിഷൻ കൊടുക്കുന്നതാണ്. സെലക്ഷൻ ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ള 69 പേരിൽ എത്ര പേർ വന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്ന ആ ഒരു എണ്ണം. സെലക്ഷൻ ലിസ്റ്റിലുള്ള കുട്ടികൾക്ക് DD ഓഫീസിൽ നിന്ന് ഇൻ്റർവ്യൂ കാർഡ് അയക്കുന്നതായിരിക്കും. വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ഇൻ്റർവ്യൂ കാർഡ് വരണമെന്നില്ല. വെയിറ്റിംഗ് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു ഇൻ്റർവ്യൂ സമയത്ത് അവിടെ പോകാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും എല്ലാം കൊണ്ടുപോവുക. വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് തന്നെ ആദ്യമുള്ള റാങ്കുകാരെ ആയിരിക്കും ആദ്യം വിളിക്കുന്നത്. അപ്പോഴത്തേക്ക് താഴോട്ടുള്ളവർക്ക് അവസരം കുറവായിരിക്കും. ആദ്യ റാങ്കുകളിൽ കിടക്കുന്നവർക്ക് അവസരം കൂടുതലായിരിക്കും. അതേപോലെ തന്നെ സെലക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ കൂടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു കോളേജ് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ആദ്യ റാങ്കുകാരായിരിക്കും ആദ്യം കോളേജ് സെലക്ട് ചെയ്യുന്നത്. അവർക്ക് ആദ്യം അഡ്മിഷൻ കൊടുത്ത് ആ ഒരു സീറ്റുകൾ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വരും. നിങ്ങളുടെ സമയം എത്തുമ്പോഴത്തേക്ക് ബാക്കി സീറ്റുള്ള കോളേജുകൾക്ക് നിങ്ങൾ പറഞ്ഞു തന്നിട്ട് അതിനൊന്ന് സെലക്ട് ചെയ്യാനായിരിക്കും പറയുക. അപ്പോൾ നിങ്ങൾ കോളേജൊക്കെ ആദ്യമേ ഒന്ന് നോക്കി വെച്ചിട്ട് വേണം പോകാനുള്ളത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.